യുദ്ധ പശ്ചാത്തലമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സംസ്കരിച്ച യുറേനിയത്തിൻ്റെ ഉൽപ്പാദനങ്ങളാണ്. ഈ ആദ്യ ഘട്ടത്തിൽ പല രാജ്യങ്ങൾക്കും ഈ സാധനം യഥേഷ്ടം കിട്ടുകയും ഇവർ ഈ പറഞ്ഞ കണക്ക് ഒരു സിറ്റിയുടെ അത്രയുള്ള വലിപ്പത്തിലൊക്കെയുള്ള വലിയ വലിയ സ്ഥലത്തൊക്കെയാണ് ഇവർ ഈ യുറേനിയം ഈ പറഞ്ഞ സംസ്കരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അന്നൊന്നും ഈ പറഞ്ഞ സാറ്റലൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അമേരിക്ക പോലുള്ള പല രാജ്യങ്ങളും, ഇന്ത്യ, അതുപോലെ ഏതാണ്ട് 8-9 രാജ്യങ്ങളിൽ ഈ സാധനം മുന്നോട്ട് വന്നു. പക്ഷെ പിന്നീട് ഇതെല്ലാം ചാരക്കണ്ണുകളും സാറ്റലൈറ്റ് കണ്ണുകളും മറ്റുമൊക്കെ ആയിട്ട് ഇവരെ എല്ലാം നിരീക്ഷിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഇറാൻ പണ്ട് മുതലേ ഈ പറഞ്ഞ യുറേനിയം സംസ്കരിച്ച് ഇതൊരു 90% വരെ എത്തിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറഞ്ഞ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇവർ ഒരു 60% ആയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ആദ്യത്തെ സമയങ്ങളിൽ വളരെ പാടാണ്. ഒരു 5% ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ വർഷങ്ങളെടുക്കും. നമ്മളിപ്പോൾ നിസ്സാരമായിട്ട് ഇതിനെ കാണുന്നു, അല്ലെങ്കിൽ ഒരു സിറ്റിയുടെ വലിപ്പം എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതൊക്കെ ഒരു മലയുടെ ഇടയിലൊക്കെ തുരന്ന് എന്തുമാത്രം വലിയ ബിൽഡിങ് ഒക്കെ ആ ഒരു മെറ്റീരിയലൊക്കെ വേണമെന്ന് ആലോചിച്ചു. ഒരു മലയൊക്കെ തുരന്ന് അതിനകത്ത് ഒരു സിറ്റിയുടെ വലിപ്പത്തിൽ ഒരു ലാബ് ഉണ്ടാക്കണം. ആ ലാബിനകത്തുനിന്ന് ഈ പറഞ്ഞ യുറേനിയം സംസ്കരിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ. അതിനകത്തുനിന്ന് പിന്നെ ഭാവിയിൽ, അതായത് വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് ഇതിൻ്റെ ഓരോരോ പ്രോസസ്സിങ് കഴിയുന്നതനുസരിച്ച് ഇത് പിന്നെ എളുപ്പമായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഏതാണ്ട് ഒരു 60% ഇറാൻ യുറേനിയം സംസ്കരിച്ച് കഴിഞ്ഞ് ഒരു 90% ആവുന്നതിന് ഇനി അധികം മാസങ്ങൾ വേണ്ട. ഈ ഒരു ഘട്ടം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇറാനെതിരെ യുദ്ധത്തിന് വന്നത്. ശരിക്കും ഇത് ഇസ്രായേലിൻ്റെ യുദ്ധമാണ്. ഇസ്രായേലാണ് ഇതിൻ്റെ ഒരു ആവശ്യം. അതായത് നമ്മൾ വിചാരിക്കും ഇതൊക്കെ ചെയ്യുന്ന ശരിയാണോ? അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഈ ലോകത്ത് ഏറ്റവും കൂടുതലും ഈ പറഞ്ഞ ന്യൂക്ലിയർ വെപ്പണുള്ള രാജ്യമാണ്. ആ രാജ്യമാണ് മറ്റൊരു രാജ്യം ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുന്നതിനെതിരെ തടസ്സം നിൽക്കുന്നത്. നിങ്ങൾ അത് ശരിയാണോ ന്യായമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പല രീതിയിൽ നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ പാകിസ്ഥാൻ, ഇപ്പോൾ പറയും ഈ പറഞ്ഞ പല വൃത്തികെട്ട രാജ്യങ്ങളുടെ കയ്യിലും ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ നാശമാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, പാകിസ്ഥാൻ ഒരു അറബ് രാഷ്ട്രമല്ലേ? പാകിസ്ഥാൻ്റെ കയ്യിൽ വെപ്പൺ ഉണ്ടല്ലോ, ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടല്ലോ. അപ്പോൾ പാകിസ്ഥാൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് ഇറാൻ്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ വന്നാൽ എന്ത് പ്രശ്നമാണ് ഉണ്ടാകുന്നത്? അമേരിക്കയ്ക്ക് എന്തിൻ്റെ കേടാണ്? ഇസ്രായേലിന് എന്തിൻ്റെ കേടാണ്? ശരിക്കും മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ എത്രയോ ഇരട്ടി വലിയ രാജ്യമാണ് ഇന്ത്യ. ഒരിക്കലും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒരു ന്യൂക്ലിയർ വെപ്പൺ പ്രയോഗിക്കില്ല. പ്രയോഗിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ പിറ്റേന്ന് ഉണ്ടാവില്ല. ആ രീതിയിലുള്ള സെറ്റപ്പാണ് ഇന്ത്യ. അതായത് ഇന്ത്യയിലെ ഓരോ സ്ഥലത്തു നിന്നും ഈ പറഞ്ഞ പാകിസ്ഥാൻ്റെ എവിടെയൊക്കെ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടോ അവിടെ എല്ലാം ഇന്ത്യ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലെല്ലാം കൃത്യമായിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ പോവുകയും ഇതായത് പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇന്ത്യക്ക് അതിനെ നിയന്ത്രിക്കാനുള്ള ശേഷിയുണ്ട്. ശരിക്കും അതുപോലെയല്ല ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വിഷയം. ഇറാൻ തീർച്ചയായിട്ടും, ഇറാൻ എന്ന് പറഞ്ഞ ഒരു വലിയ രാജ്യവും ഇസ്രായേൽ ഒരു ചെറിയ രാജ്യവുമാണ്. ഇറാൻ ഈ ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇസ്രായേലിനെ തകർക്കും, അല്ലെ ഇസ്രായേലിനെ ഇല്ലാതാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇറാൻ പബ്ലിക്കായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്, അവിടെ ഒരു ക്ലോക്കും വെച്ചിട്ടുണ്ട്. അതായത് 2040 ഇസ്രായേൽ ഇല്ലാതാവും, അതാണ് അവരുടെ ലക്ഷ്യമെന്ന്. അതായത് ആ ഒരു സമയം, അതായത് ഓരോ വർഷവും കഴിയുന്നതനുസരിച്ച് അവർ ബാക്കിലോട്ടാണ് ടൈം കാണിക്കുന്നത്. അതിൻ്റെ ഹീബ്രു ഭാഷയിലും പല ഭാഷയിലും അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു ലക്ഷ്യം ഇസ്രായേലിനെ തകർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേൽ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാങ്കേതികപരമായി കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ പറയുന്ന രീതിയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത് സാമ്രാജ്യത്വ വിരുദ്ധതയല്ലേ? മറ്റൊരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലോട്ടുള്ള കടന്നുകയറ്റമല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ അതിൻ്റെ ഒരു ബേസിക് റീസൺ ഇതാണ്. ഇസ്രായേലിൻ്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടെന്ന് പറഞ്ഞ് ഇസ്രായേൽ വേറൊരു രാജ്യത്തെ അന്യായമായി ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ ഇന്ത്യ ഒന്നും ചെയ്യില്ല, പാകിസ്ഥാൻ ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ അമേരിക്കയോ അല്ലെങ്കിൽ റഷ്യയോ ഈ രാജ്യങ്ങളൊന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യില്ല. പക്ഷേ പുതിയ രാജ്യങ്ങൾ വരുമ്പോഴാണ് ഈ രാജ്യങ്ങൾ എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങളാണെന്നും അവരുടെ ഓരോ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ പലരും പറയുന്നു അമേരിക്ക മറ്റൊരു രാജ്യത്തിൻ്റെ ഭരണത്തിനെതിരെ അല്ലെങ്കിൽ അവരുടെ അധികാരത്തിനെതിരെ, പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവർക്കെതിരായിട്ട് മുന്നോട്ട് പോവുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നു. ഇപ്പം അവരുടെ രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ മറ്റു രാജ്യങ്ങൾക്ക് എന്ത് വേണം? ഇപ്പോൾ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ നടന്നില്ലേ, അല്ലെങ്കിൽ ഇന്ത്യയിൽ മറ്റു കാര്യങ്ങൾ നടന്നില്ലേ? ഇപ്പം ഇന്ത്യയിലെ പ്രശ്നങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഭരണാധികാരികൾ ഒരിക്കലും ഇന്ത്യയിലെ സാധാരണക്കാരെ കൊല്ലുകയോ അല്ലെങ്കിൽ ഒരു പശുവിൻ്റെ പേരിൽ ഇന്ത്യയുടെ നരേന്ദ്രമോദി ഒരിക്കലും ഇന്ത്യയുടെ സാധാരണക്കാരെ വെടിവെച്ച് കൊല്ലുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. ഈ നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ സിഖ് കലാപം തന്നെ ഉണ്ടായത് ഇന്ദിരാഗാന്ധി വന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് വന്ന് നേരിട്ട് വെടിവെച്ച് കൊന്നതല്ല. ആ നാട്ടിലുണ്ടായ ഒരു പ്രശ്നത്തിനെ ചൊല്ലി പരസ്പരം ജനങ്ങൾ കലാപം ഉണ്ടാക്കിയതാണ്. അതുപോലെയല്ല ഈ പറഞ്ഞ ഖമേനിയുടെ രാജ്യത്ത് ഈ പറഞ്ഞ ഒരു മുഖം മറയ്ക്കുക അല്ലെങ്കിൽ പർദ്ദ ഇടുക പോലുള്ള വിഷയങ്ങളിൽ ഈ പറഞ്ഞ പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യത്തിനെതിരെ അവരെ
പരസ്യമായിട്ട് തൂക്കിക്കൊല്ലുക, അങ്ങനെ ആ രാജ്യത്തിലെ ജനങ്ങൾ അവിടെ പ്രക്ഷോഭം നടത്തുമ്പോൾ ആ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുക, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ വെടിവെച്ച് കൊല്ലുക പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അമേരിക്ക ഇതിനകത്ത് ഇടപെടുന്നു, അല്ലെങ്കിൽ ലോകം ഇതിനകത്ത് ഇടപെടുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവർ ഇടപെടുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയല്ല. മറ്റൊരു രാജ്യത്തിൻ്റെ സ്വതന്ത്ര ഭരണാധികാരത്തിനകത്ത് അമേരിക്കയ്ക്ക് ഇടപെടാൻ എന്താണ് ചോദ്യം എന്ന് ചോദിച്ചാൽ അത് ലോജിക്കാണ്. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പറയുന്നത് ശരിയല്ല. പക്ഷെ നമ്മളിത് മനസ്സിലാക്കേണ്ട, ടോട്ടലി നമ്മളിതെല്ലാം കൂടെ എടുത്ത് നോക്കുമ്പോൾ എന്താണ് ചിന്തിക്കേണ്ടത്, എന്താണ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ തന്നെ ചിന്തിക്കുക. കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നുള്ളത് ഇറാൻ്റെ ഒരു പരമമായ ലക്ഷ്യമാണ്. അത് മറ്റൊരു രാജ്യത്തിൽ, പാകിസ്ഥാൻ ഒരിക്കലും ഇന്ത്യയെ ഇല്ലാതാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യയെ തകർക്കുക, ഇന്ത്യയിൽ ന്യൂക്ലിയർ ബോംബിട്ട് ഇന്ത്യയെ ഇല്ലാതാക്കുക എന്ന് പാകിസ്ഥാൻ ഒരിക്കലും അങ്ങനെ ഒരു ലക്ഷ്യമില്ല. അങ്ങനെ അവർ ചെയ്യില്ല. അവർ ചെയ്താൽ ആ രാജ്യം പിറ്റേന്ന് കാണില്ല. ആ ഒരു സെറ്റപ്പ് അല്ല ഒരിക്കലും ഈ പറഞ്ഞ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത്.